കാലടി ശ്രീ ശങ്കര സർവകലാശാലയിലെ പെൺകുട്ടികളുടെ ഫോട്ടോകൾ അശ്ലീല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ദുരുദ്ദേശപരമായ കമന്റുകളോടെ പ്രചരിപ്പിച്ച മുൻ SFI നേതാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഉന്നതരുടെ ഇടപെടൽ. നേതാവിനെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഇതിനു പിന്നിൽ ഉന്നത ഇടപെടലുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മതിയായ വകുപ്പുകൾ ചേർക്കാത്തതാണ് ജാമ്യം കിട്ടാൻ കാരണമായത്. കാലടി ശ്രീ ശങ്കര കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി നൽകിയ പരാതിയെ തുടർന്നാണ് മുൻ SFI നേതാവായ എസ് രോഹിത്തിനെ അറസ്റ്റ് ചെയ്തത്. 19 പെൺകുട്ടികളുടെ ഫോട്ടോകൾ രോഹിത് വിവിധ അശ്ലീല ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയത്. ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടും രോഹിത്തിന് സ്റ്റേഷൻ ജാമ്യം തന്നെ പോലീസ് നൽകി വിട്ടയച്ചു. ഇത് അട്ടിമറിയുടെ ഭാഗമാണെന്ന ആരോപണം ശക്തമാണ്. വ്യാജ ID ഉപയോഗിച്ചാണ് ഇയാൾ ഫോട്ടോകളും കമന്റുകളും പോസ്റ്റ് ചെയ്തത്. 2020 കാലടി ശ്രീശങ്കര കോളേജിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ രോഹിത് കൂടെ പഠിച്ചിരുന്നവരുടെയും ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരുടെയും ഫോട്ടോകളാണ് ദുരുപയോഗം ചെയ്തത്. ഇതെല്ലാം പോലീസിന് ബോധ്യമുണ്ടായിട്ടും രോഹിത്തിനെ ജയിലിൽ അടയ്ക്കാനായില്ല എന്നതാണ് വിചിത്രം. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഇയാൾ SFI യൂണിറ്റ് ഭാരവാഹിയായിരുന്നു. പരാതിക്കാരിയായ പെൺകുട്ടി പിറന്നാളിന് എടുത്ത പടം കൂട്ടുകാരികൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയപ്പോൾ രോഹിത് ആ പടം എടുത്ത് അശ്ലീല ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. മുൻ വിദ്യാർത്ഥി നേതാവിനെതിരെ കൂടുതൽ പേർ പോലീസിൽ പരാതി നൽകുമെന്നാണ് സൂചന. കോളേജിൽ വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ പ്രായപൂർത്തിയാകാത്ത സഹോദരിയുടെ ചിത്രവും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ രോഹിത് അശ്ലീല ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം രോഹിത് SFI നേതാവ് അല്ലെന്ന് SFI ജില്ലാ നേതൃത്വം അറിയിച്ചു. ക്യാമ്പസിൽ പഠിക്കുന്ന കാലത്ത് പോലും SFIയുടെ നേതൃത്വത്തിൽ രോഹിത് പ്രവർത്തിച്ചിട്ടില്ല എന്നും SFI ജില്ലാ നേതൃത്വം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വിഷയത്തിൽ SFIക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ. രോഹിതിൻ്റെ 2 ഫോണുകളും പോലീസ് കണ്ടെടുത്തു. പ്രതിക്കെതിരെ കേരള പോലീസ് ആക്ടിലെ 119B വകുപ്പ് പ്രകാരം കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുവെന്നും അന്വേഷണം നടക്കുകയാണെന്നുമാണ് പോലീസ് പറയുന്നത്. കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ SFI ഭാരവാഹിയായിരുന്നു ഇയാളെന്ന് പരാതിക്കാരി പറയുന്നു. കോളേജിന് സമീപത്ത് തന്നെയായിരുന്നു ഇയാളുടെ വീടെന്നും പഠിച്ചിറങ്ങിയിട്ടും ഫോട്ടോഗ്രാഫറായ ഇയാൾ കോളേജിലെ പരിപാടികൾക്ക് വരാറുണ്ടായിരുന്നു എന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ SFI നേതാക്കളെയും മുൻ നേതാക്കളെയും DYFI നേതാക്കളെയും ഒക്കെ വ്യാപകമായി സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് പലപ്പോഴും കാണിക്കുന്നത്. ഇത് പെൺകുട്ടികളുടെ മാനത്തിന് പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അവരെ അപമാനിക്കുകയും അശ്ലീല സൈറ്റുകളിൽ ഇവരുടെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടും രോഹിത് എന്ന മുൻ SFIക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടെ പോലീസ് സ്വീകരിച്ചത് എന്ന് പരാതിക്കാരിയും ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. ഇത്തരത്തിൽ ഇയാൾ മറ്റു പലരുടെയും ചിത്രങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാൾ പഠിച്ചിരുന്ന കാലത്തും അല്ലാത്തപ്പോഴുമൊക്കെ തന്നെ കോളേജിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. SFIയുടെ യൂണിറ്റ് ഭാരവാഹി അല്ല എന്ന് SFI നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും SFIയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത് എന്ന് പെൺകുട്ടികൾ പറയുന്നു. ഇത്തരത്തിൽ ഇയാളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഒരു പ്രാദേശിക CPM നേതാവാണ് എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാൾ കോളേജിൻ്റെ അയൽവാസിയാണ്. അപ്പോൾ ആ മേഖലയിലെ പാർട്ടി പ്രവർത്തകരുമായും നേതാക്കളുമായിട്ടൊക്കെ ഇയാൾക്കും ഇയാളുടെ കുടുംബത്തിനുമൊക്കെ നല്ല ബന്ധമുണ്ട്. അതുപയോഗിച്ച് സ്റ്റേഷൻ ജാമ്യം നേടി ഇയാൾ പുറത്തിറങ്ങി കറങ്ങി നടക്കുകയാണ് എന്നും പറയപ്പെടുന്നു. ഇയാളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ചില നേതാക്കൾ പരാതി ലഭിച്ച അന്ന് തന്നെ രംഗത്തിറങ്ങിയതായും സൂചനയുണ്ട്.